ഹലോ. അപ്പോൾ നല്ല അയില എന്താന്ന് പറയേണ്ട അറിയില്ല, പൊരിച്ചതാ വറ്റിച്ചതാ മുളകിട്ടതാ എന്ത് പറയേണ്ട അറിയില്ല, എന്ത് പേരിട്ടിട്ട് വെച്ച, പക്ഷേ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഉള്ളിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനെ നല്ല പോലെ ചതച്ചിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് 2 സ്പൂൺ മുളക് പൊടി, ഒരു കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ചതച്ചിട്ട് വെച്ചിട്ടുള്ള എല്ലാ സാധനവും എടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ, അതിൻ്റെ പച്ചമണം പോകുന്ന വരെ. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, അതിനെ പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചെറുനാരങ്ങൻ്റെ വലിപ്പാക്കാനെല്ലാം ഭയങ്കര പണിയാണ്, നിങ്ങൾ അങ്ങനെ നോക്കണ്ട, ഇച്ചിരി എടുത്താൽ മതി. അങ്ങനെ അതിലേക്ക് ഉപ്പിൻ്റെ പൊടി ഇട്ടിട്ട് കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളെ അയിലകളെല്ലാം പറക്കിയിട്ടിടുന്നുണ്ട്. ഏത് മീനും ഇടാം കേട്ടോ, ചെറിയ മീനില്ല, പൊടിമീൻ അങ്ങനത്തെ ഒന്നും ഇടണ്ട. ഇങ്ങനത്തെ അയില, മത്തി, ചെമ്മീൻ, പിന്നെ വലിയ വലിയ കുറാവലിയെല്ലാം ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അയില ഇട്ടിട്ട് തന്നെ പറയണ്ട, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്ത് നല്ല ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ അടച്ചിട്ട് വെക്കണം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് വറ്റിയിട്ട് വരും. അപ്പോൾ ആ പുളിയെല്ലാം പൊടിച്ചിട്ട് എൻ്റെ മോനെ ആ വെളിച്ചെണ്ണ മണ്ണും പറയണ്ട. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി അധികമായി പോയിനോ എൻ്റെ കറിക്കെന്ന് ഒരു ഡൗട്ട്. നിങ്ങൾ അത്ര ഇഞ്ചി ഇടണ്ട കേട്ടോ, കുറച്ച് ഇഞ്ചി ഇടാം. പക്ഷേ എൻ്റെ കറി ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ കറിക്ക് കുറച്ച് ഇഞ്ചിൻ്റെ കൂടി കയ്പുണ്ടായതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ അരപ്പില്ലേ, ഇത് കുഴച്ചിട്ട് ഇങ്ങനെ പറയണ്ട, എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ എൻ്റെ ബായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, അത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഇത് ട്രൈ ചെയ്താൽ നിങ്ങൾ പിന്നെയും ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ആക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.